ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു അടിപൊളി പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന എപ്പിസോഡിൽ വരുന്ന ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ വിക്രവും വേദയും കൂടെ ഒരുമിച്ച് ഒരു യാത്ര പോവാണ് ഒരമ്പലത്തിലേക്ക്. വിക്രത്തിൻ്റെ മുത്തശ്ശിയും കൂടെയുണ്ട് കേട്ടോ. അങ്ങനെ വിക്രത്തിൻ്റെ അച്ഛമ്മയുടെ കൂടെ ആ യാത്ര പോകുമ്പോഴേക്കും ഭയങ്കര രസമാണ്. വിക്രത്തിൻ്റെ അച്ഛമ്മ വിചാരിച്ചിരിക്കുന്നത് അവർ ശരിക്കും വിവാഹം കഴിച്ചു നല്ല ഇഷ്ടത്തിലാണെന്നാണ് കേട്ടോ. അപ്പോൾ വേദയാണെ വിക്രത്തിൻ്റെ ദേഹത്ത് ചാരിക്കിടന്നൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കൊക്കെ തീരെ കുറവാണ്. ദയവ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യാനും വീഡിയോ മുഴുവൻ കാണാനും ശ്രമിക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യും. പ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ വിക്രത്തിൻ്റെ അച്ഛമ്മ വീട്ടിലേക്ക് എത്തുന്നത്. സുധാകരൻ മാഷിൻ്റെ അമ്മയാണ്. ആള് ഭയങ്കര കർക്കശക്കാരിയാണ്. എല്ലാവരോടും ഭയങ്കര സ്നേഹമൊക്കെ ആണെങ്കിലും എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠയും കാർക്കശ്യവും ഒക്കെ ഉണ്ട്. അങ്ങനെ മുത്തശ്ശി വീട്ടിലെത്തുമ്പോഴാണ് കേട്ടോ നമ്മുടെ വേദയെ കാണുന്നത്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതാരാ സുധാകര ഇത്? അപ്പം സുധാകരൻ മാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ നന്ദിനി പറയുന്നുണ്ട്, അത് അച്ഛമ്മേ, അത് നമ്മുടെ വിക്രം വിവാഹം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിയാ വേദ. അപ്പോഴേക്കും ദേഷ്യം വരാണ് അച്ഛമ്മയ്ക്ക്. അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, ഇതെന്താ സുധാകര, നീ എന്നെ അറിയിച്ചില്ലേ വിവാഹം? നിന്റെ ഇളയ മോൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എന്നോടൊരു വാക്ക് പറയാൻ നിനക്ക് തോന്നിയില്ലേ? നീ മറന്നുപോയോ പെറ്റതള്ളേ? അപ്പോഴേക്കും സുധാകരൻ മാഷ് പറയുന്നുണ്ട്, അത് അമ്മേ, അങ്ങനെ പറയാൻ പറ്റുന്ന എന്ത് പറയാൻ പറ്റുന്ന, എന്തായാലും അവൻ്റെ അച്ഛമ്മയല്ലേ ഞാൻ, എന്നെ ഒന്ന് അറിയിക്കായിരുന്നു. അപ്പോഴേക്കും ഉടനെ തന്നെ ശ്രീജ പറയുന്നുണ്ട്, അതച്ഛമ്മേ, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വിക്രം വേദിയെ വിവാഹം കഴിച്ചതെന്ന് പറയാണ്. അപ്പോൾ വിനയനും പറയാണ്, ശരിയാണ്, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ക്ഷേത്രത്തിൽ വെച്ച് വിളിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് താലി കെട്ടുമായിരുന്നു. അതാണ് ഭയങ്കര സംഭവ ബഹുലമായിരുന്നു കാര്യങ്ങളൊക്കെ. ഹാ, അത് കൊള്ളാമല്ലോ. എടാ മോനെ വിക്രം, നീ ഇത്ര സാഹസികനൊക്കെ ആയിരുന്നോ? നീ ശരിക്കും അച്ഛമ്മയുടെ മോൻ തന്നെയാണല്ലോ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഇവന്മാരെ പോലെ നല്ല ആണുങ്ങളായ നല്ല വീര്യവും ശൂര്യവും ഇതുപോലൊക്കെ വേണം. ഒരു പെൺകുട്ടിയെ വളച്ചെടുത്ത് കൊണ്ടുവന്ന് താലി കെട്ടാന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ. മോളെ വേദേ, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറയണം. അപ്പോൾ വേദ ചെന്നിട്ട് മുത്തശ്ശിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് വേദ, അച്ഛമ്മേ, എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാണ്, മോളെ നീ പോയി അച്ഛമ്മയ്ക്ക് ഒരു കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വന്നേ എന്ന് പറയുമ്പം വേദ പോവാണ് കേട്ടോ. വേദ പോയിട്ട് സ്പെഷ്യൽ കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയാണ്, ഇതെന്താ കഥ, വേദയുടെ കാപ്പി എങ്ങനായി തീരും എന്ന് നന്ദിനി ഇങ്ങനെ പറയാണ്. അതേസമയം അച്ഛമ്മ കുടിച്ചിട്ട് പറയുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ മോളെ, ഇതെങ്ങനെ എൻ്റെ അതേ ടേസ്റ്റിൽ നീ ഉണ്ടാക്കി? അപ്പോൾ വേദ പറയാണ്, അതേ, ഞാൻ അച്ഛമ്മയുടെ യൂട്യൂബ് ചാനൽ കാണാറുണ്ട്, അച്ഛമ്മയെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാറുമുണ്ട്, ഒരു ഫോളോവറാണേ. അത് കേൾക്കുമ്പം അച്ഛമ്മ പറയാ, ആഹാ എടി മോളെ, നീ എൻ്റെ ഫോളോവറൊക്കെയാണോ? കൊള്ളാമല്ലോ. അപ്പേ നീ ഇനി മുതൽ എൻ്റെ അഡ്മിനും ആയിക്കോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ അവർ ഭയങ്കര സെറ്റായിട്ട് ഭയങ്കരമായിട്ട് വേദയെ ഇഷ്ടപ്പെടുകയാണ് അച്ഛമ്മയ്ക്ക്. അങ്ങനെ അങ്ങ് ഭയങ്കര സുഖമായിട്ട് വേദയെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. വിക്രത്തിനോട് പറയുന്നുണ്ട്, എടാ മോനെ, നിൻ്റെ ഭാഗ്യമാണ് ഇവള്, എനിക്ക് ചേരുന്ന വൈബുള്ളതാണ് ഇവള് എന്നൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധാകര മാഷിന് ഇഷ്ടപ്പെടുന്നുമില്ല കേട്ടോ. ഇവരെന്താ ഈ പറയുന്നത്? ഈ വിവാഹം എങ്ങനെയാണ് നടന്നതെന്നെങ്ങാനും അമ്മ അറിഞ്ഞാൽ അപ്പം അറിയാം കാര്യങ്ങളുടെ പോക്ക്. അപ്പം ഉടനെ തന്നെ പറയുന്നുണ്ട് കമല, അതിപ്പം ഞാൻ എന്ത് പറയാനാ, നിങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത നിങ്ങളുടെ അമ്മ ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയണം. അങ്ങനെ അച്ഛമ്മ തീരുമാനിക്കുകയാണ് കേട്ടോ, ദൂരെ ഒരു അമ്പലത്തിൽ എല്ലാവരും കൂടെ പോകണമെന്നുള്ളത്. അങ്ങനെ ഫാമിലി ആയിട്ട് ഒരു ടൂറ് പോലെ പോകണമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു ട്രാവലറൊക്കെ പിടിച്ചിട്ട് എല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ. ശ്രീജയും നന്ദിനിയും എല്ലാവരും ഉണ്ട്. അങ്ങനെ പോകാനായിട്ട് വണ്ടി വരികയാണ്. വിക്രവും വേദയാണ് കേട്ടോ ആ യാത്രയിലെ മെയിൻ അട്രാക്ഷൻ. അങ്ങനെ അച്ഛമ്മ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരെയും വണ്ടിയിൽ കയറ്റി ഇരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നോക്കുമ്പോൾ അതാ എല്ലാവരും ഇരിക്കുന്നു. കമലയുടെ അടുത്ത് സുധാകര മാഷും ഇരിക്കുന്നുണ്ട്. എന്നാൽ ശ്രീജയുടെ അടുത്താണ് കേട്ടോ നമ്മുടെ വേദ ഇരിക്കുന്നത്. വിക്രത്തിൻ്റെ കൂടെ വിനായകനും ഇരിക്കുകയാണ് കേട്ടോ. വിശ്വവും പുറകിൽ ഒറ്റയ്ക്കും ഇരിക്കുകയാണ്. ഇത് കണ്ട അച്ഛമ്മ പറയുന്നുണ്ട്, ഇതെന്താ വേദമോൾ അവിടെ ശ്രീജയുടെ അടുത്തിരിക്കുന്നത്? വേദമോളെ വിവാഹം കഴിച്ചത് ശ്രീജയാണോ? അല്ലല്ലോ, വിക്രമല്ലേ. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോയിരിക്കുക എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എൻ്റെ പൊന്നച്ഛമ്മ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൾ അവിടെ ഇരുന്നോട്ടെ, അതിനിപ്പോൾ എന്താ, അതിനെന്താണെന്ന് നീ പറയണ്ട, വേദമോള് വിക്രത്തിൻ്റെ അടുത്ത് തന്നെ പോയിരിക്കണം എന്ന് പറയാണ്. എന്നിട്ട് വിനായകനോട് പറയുന്നുണ്ട്, എടാ നീ മാറി ഇപ്പുറത്തോട്ടെങ്ങാനും ഇരുന്നേ എന്ന് പറയുക. അപ്പം വിനായകൻ മാറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ
വേദ പോയിട്ട് വിക്രത്തിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ വിക്രത്തിന് അതങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. വേദ പറയാണ്, കണ്ടോ അച്ചമ്മ പറഞ്ഞിട്ടാ ഞാൻ വന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചേർന്നൊക്കെ ഇരിക്കുകയാണ്. എന്നിട്ട് വിക്രത്തിൻ്റെ ദേഹത്തോട്ട് തോളയിലോട്ട് ഇങ്ങനെ ചാരിയൊക്കെ കിടക്കുകയാണ്. വിക്രം പറയുന്നുണ്ട്, ഒന്ന് മാറിയിരിക്കുക, എന്തിനാ നീ എൻ്റെ തോളിൽ ചാരുന്നത്, ഇപ്പം എന്താ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ടാണ്, അങ്ങനെ ഇപ്പം നീ ഉറങ്ങണ്ട എന്നൊക്കെ പറയാണ്. അങ്ങനെ ശ്രീജയുടെ അടുത്തേക്ക് വന്ന് വിശ്വ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദിനിയും അതുപോലെ വിനായകനും. അങ്ങനെ എല്ലാവരും കൂടെ പോകാനിരിക്കുമ്പോഴേക്കും ഈ പരിപാടിയൊന്നും നമ്മുടെ സുധാര മാഷിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സുധാര മാഷിൻ്റെ കയ്യിലേക്ക് കുറച്ച് നാരങ്ങ കൊടുത്തിട്ട് അച്ചമ്മ പറയുന്നുണ്ട്, എടാ സുധാകര, ഈ തേങ്ങയും ഈ നാരങ്ങയും കൊണ്ടുപോയി വണ്ടിക്ക് മുമ്പിൽ ഉടച്ചിട്ട് 4 വീലിൻ്റെ ചോട്ടിലും കൊണ്ടുപോയി നാരങ്ങ വയ്ക്ക് എന്ന് പറയാണ്. സുധാര മാഷിന് അത്ര പിടിക്കുന്നൊന്നും ഇല്ലെങ്കിലും അമ്മ പറഞ്ഞല്ലേ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ നാരങ്ങയായിട്ട് പോവാണ് ഇറങ്ങിപ്പോയി വണ്ടിയുടെ അടിയിൽ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം വേദ വിക്രത്തിൻ്റെ അടുത്ത് ചേർന്നിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ, ഇത് കൊള്ളാം എന്ന് പറയുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഓ ഭയങ്കര രസമുണ്ട്, ഒന്നങ്ങോട്ട് മാറിയിരിക്കാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ സുധാരമാഷ് കയറി വന്നിട്ട് പറയുകയാണ് അച്ഛമ്മോട്, ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞോ അമ്മേ, പോകാമല്ലോ അല്ലേ, ശരി പോകാം എന്ന് പറയാണ്. അങ്ങനെ വണ്ടി വിട്ട് പോവാണ് കേട്ടോ. വണ്ടി വിട്ട് പോകുമ്പോഴേക്കും വേദ വിക്രത്തിൻ്റെ തോളിലേക്കൊക്കെ ചാരി കിടക്കുന്ന വിക്രം തട്ടിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പം അച്ഛമ്മ പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നിങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറ എന്ന് പറയാണ്. എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരുന്നാലെങ്കിൽ ആട്ടവും പാട്ടും ഒക്കെ ആവട്ടെ. എടാ വിനായക, നീ ഒരു ഡാൻസൊക്കെ കളിക്കടാ എന്ന് പറയാണ്. അപ്പം വിനായകൻ പറയുന്നുണ്ട്, അതിനൊക്കെ ഞാൻ റെഡിയാണ്, വാടി നന്ദിനി നമുക്കൊരു ഡാൻസ് കളിക്കാമെന്ന് പറയാണ്. നന്ദിനി പറയുന്നുണ്ട്, എനിക്കൊന്നും നേരെയില്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, എടി വാടി ഡാൻസ് കളിക്കാം എന്ന് പറയാം. അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്, ഒരു നല്ല അടിച്ചുപൊളി പാട്ടിട്ടാടാ, ഒരു നല്ല പാട്ടിടുകയാണ്. പാട്ടിട്ട് കഴിയുമ്പോഴേക്കും വിനായകനും നന്ദിനിയും കൂടെ ഭയങ്കര ഡാൻസാണ്. ആ കൂടെ പാടിക്കൊണ്ട് തന്നെ വേദയും ഇരിക്കുന്നുണ്ട് കേട്ടോ. വിക്രത്തിനെ തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിക്രത്തിനാണെങ്കിൽ ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നുമില്ല. ഇത് കണ്ട് കമല സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധാകരൻ മാഷ് കണ്ണുരുട്ടി കാണിക്കാനേ കമലെ. അപ്പോൾ പാവം കമല ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും ഉടനെ തന്നെ സുധാകരൻ മാഷ് പറയാണ്, ഈ അമ്മയ്ക്ക് ഒരു പണിയില്ല, ആട്ടവും പാട്ടും ഒക്കെ, നമ്മൾ ടൂറിനൊന്നും പോവല്ലോ, നമ്മൾ അമ്പലത്തിലേക്കല്ലേ പോകുന്നത്, അപ്പോൾ കുറച്ച് മര്യാദയൊക്കെ വേണ്ടേ. ഓഹോ, നിനക്കെന്താടാ മര്യാദ, നീ പ്രേമിച്ചുകൊണ്ടിരുന്നപ്പം നിനക്ക് ഈ മര്യാദയൊന്നും ഞാൻ കണ്ടില്ലല്ലോ, ഇപ്പോൾ പിള്ളേർ ഡാൻസ് കളിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വേദ, പ്രേമിച്ചുകൊണ്ടൊക്കെ ഇരുന്നായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ പറയണേ, പിന്നെ ഇവൻ ആളാരായിരുന്നെന്ന് അറിയാവോ, എടാ വിക്രം, നിനക്കറിയില്ലേ നിൻ്റെ അച്ഛനും അമ്മയും പ്രേമിച്ചപ്പോഴത്തെ കഥകളൊന്നും. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, പ്രേമിച്ചതാണെന്നൊക്കെ എനിക്കറിയാം, കഥകളൊന്നും എനിക്കറിയില്ല. എന്നാൽ ഞാൻ പറയാം, ഇവൻ ഇവിടെ പ്രേമിച്ചപ്പം ടൂറ് പോയപ്പോഴാണ് പ്രേമിച്ചത്, 2 പേരും കൂടെ കോളേജിൽ നിന്ന് ടൂറ് പോയപ്പം എന്ന് പറയുമ്പം എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ. സുധാകരൻ മാഷിനും കമലയ്ക്കും ഒരു നാണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അടിപൊളി യാത്രയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേദയോട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി നിങ്ങളുടെ പ്രണയകഥ പറ, നിങ്ങളെങ്ങനെ വിവാഹം കഴിച്ചെന്നുള്ള കാര്യം പറ എന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതച്ഛമ്മേ ഒരു പ്രത്യേക കാര്യമുണ്ട്, ഞാൻ പറയട്ടെ, പറയടി മോളെ നീ എന്ന് പറയണം. വിക്രം പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, എടാ നീ ഒന്നും മിണ്ടാതിരിക്കടാ, അവൾ പറയട്ടെ എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, പല സിനിമകളിലെയും കഥയാണ്, പ്രണയരംഗങ്ങളാണ് പറയുന്നത് കേട്ടോ. അതേ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ട് ഇവനുണ്ടല്ലോ എൻ്റെ പുറകെ നടക്കുമായിരുന്നു ഈ വിക്രം, പാട്ടും പാടി പുറകെ നടക്കും, ഞാനാണെങ്കിൽ നോ 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 പറയും. അങ്ങനെ എന്നെ കാണാതിരിക്കാൻ മേലാതെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് വിവാഹമൊക്കെ ആലോചിച്ചു. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മുത്തശ്ശനും ഒക്കെ ആയിട്ട് ഞാൻ അമ്പലത്തിൽ പോയപ്പം അവിടെ വച്ചിട്ട് അമ്പലത്തിൽ വന്ന് നിർബന്ധമായിട്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടി. അങ്ങനെ കുറേ സിനിമകളിലെ കാര്യങ്ങളൊക്കെ വച്ചിട്ട് വേദ പറയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ വിനായകനും നന്ദിനിയും കൂടെ പറയുന്നുണ്ട്, ഇത് ആ സിനിമയിലേ അല്ലേ, ഓ ഇത് മറ്റേ സിനിമയിലേ. അപ്പോൾ പാവ അച്ഛമ്മ ഓർക്കുന്നുണ്ട് കേട്ടോ, ഇതെല്ലാം സത്യമായിരിക്കുമെന്ന്. കൊള്ളാമല്ലോ, ഭയങ്കര കഥയാണല്ലോ എന്നൊക്കെ പറയുമ്പം വിനായകനും നന്ദിനിയും അവിടെ ഇരുന്ന് പറയാം, എത്ര സിനിമയിലെ കഥ കൂട്ടിയിട്ടാണ് വേദ അവരുടെ പ്രണയകഥ പറയുന്നത്, ഏതായാലും അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കൈയടിച്ചെന്ന് പറഞ്ഞ് എല്ലാവരും കൈയടിക്കണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ സുധാരമാഷിന് അങ്ങ് പിടിക്കുന്നുമില്ല. സുധാരമാഷ് കമലത്തിനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി യാത്രയാണ്. വിക്രമായിട്ട് ചേർന്ന് തോളിൽ ചാരി ഇരുന്ന് അടിപൊളിയായിട്ടാണ്. ആ വിശേഷങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്